ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ കുറച്ച് വൈകി ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഫെബ്രുവരി 9th നടന്ന ഒരു പരിപാടിയുടെ വീഡിയോ ആണ്. ലേറ്റായത് ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വന്നു പോയതുകൊണ്ടാണ്. പക്ഷേ ഇത് വീഡിയോ ചെയ്യാതെ പോയാൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇത് വീഡിയോ ആക്കണമെന്ന് വെച്ചു. ആക്ച്വലി ഞാനത് യൂട്യൂബിലേക്കായിട്ടുള്ള കുറേ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റില്ല. എങ്കിലും എടുത്തത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ കുന്നംകുളം അവിടെ പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഒരു പൂരം, ഗംഭീര പൂരമായിരുന്നു കേട്ടോ. അത് കാണിക്കാതെ പോയാൽ ഒരു മനപ്രയാസം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്ര ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് ഇത്രയും ഇപ്പോൾ നമ്മൾ മണപ്പള്ളിക്കാവ് പൂരം എല്ലാം കാണാറുണ്ട്, എല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ അടുത്ത് നിന്ന് ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റിയൊരു പൂരം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ ഈ സമയത്താണ് പൂരം നടക്കാറുള്ളത്. ഗംഭീര പൂരമുണ്ട്. ഒരു ചെറിയ പുതുശ്ശേരി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ 13 ദേശങ്ങൾ ചേർന്ന് ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി അതിഗംഭീരമായി ഭഗവതിക്ക് ചെയ്യുന്ന ആ പൂരം ശരിക്കും കണ്ണിന് ഭയങ്കര ആനന്ദകരമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഗ്ലിംസസ് കാഴ്ചകളിലൂടെ ഞാൻ കൊണ്ടുപോകാൻ കേട്ടോ. ഇത്ര ദിവസം വൈകിയതിന് എനിക്ക് നല്ല മനപ്രയാസമുണ്ട്. എങ്കിലും നമുക്ക് ആ വീഡിയോ കാണാം. പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇതാ പൂരത്തിൻ്റെ നോട്ടീസാണ് കേട്ടോ. പുതുശ്ശേരി അയ്യംകുളങ്ങര ദേവസ്വം ഇതുണ്ടോ, ആനയൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അതാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും കാര്യപരിപാടികളൊക്കെയാണ് ഞാനിപ്പോൾ ഇത് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയെന്നും കൂടെ പറയാം കേട്ടോ. ഇത് എൻ്റെ മോളുടെ ഹസ്ബൻഡ് മരുമോൻ്റെ വീട്ടിലാണ് പുതുശ്ശേരി. അപ്പോൾ ഇത് മോൻ്റെ അമ്മ ചേച്ചിയുടെ അമ്മ, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഈ പ്രോഗ്രാം കാണാൻ. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെയാണ് ഇത് പോകുന്നത്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ണൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഉണ്ണിൻ്റെ ഭാര്യ, മേമ്മമാർ, ബന്ധുക്കളെല്ലാവരും, ഞാനും ചേട്ടനും എല്ലാ ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ആഘോഷം ഗംഭീരമാക്കാനായിട്ട്. ഉച്ചയ്ക്ക് 2-2:30 ആകുമ്പോഴേക്കും തുടങ്ങി കേട്ടോ. അത് കണ്ടോ, ഓരോ ദേശത്തെ, ഇത് നമ്മളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് പോകുന്ന ദേശത്തിലുള്ളതാണ്. ഓരോ ദേശക്കാരും ഓരോ കളർ യൂണിഫോമാണ്. ചിലർ ഓറഞ്ച് കളർ, ചിലർ ബ്ലാക്ക് കളർ, ചിലർ ബ്രൗൺ കളർ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഗംഭീരമായിരുന്നു പരിപാടികളുണ്ടാവും. ഓരോ ദേശത്തു നിന്നും 3 ആനകൾ വീതം, ഒരു ദേശം മിനിമം 3 ആനകൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 13 ദേശം പറയുമ്പോൾ 10, 33, 36 ആന, 33 ആനകളുണ്ടായിരുന്നു കേട്ടോ. ഗംഭീരമാണ്. ഈ പൂരത്തിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും ഈ പൂരം കാണാൻ വന്നാൽ നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാം. ഈ പൂരത്തിൻ്റെ ആഹ്ലാദം അല്ലെങ്കിൽ ആവേശം അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫീല്, വൈബ് എന്നൊക്കെ പറയുന്നത്, അതെന്ന് പറയുന്നത് ഈ പൂരത്തിൻ്റെ മേളങ്ങളാണ്. എല്ലാ മേളങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് മേളങ്ങളുടെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. ശിങ്കാരി മേളം എന്നോ, പഞ്ചാരി മേളം, തയമ്പക, അങ്ങനെ എല്ലാം, ചെണ്ട, മദ്ദള, എല്ലാ ഇൻസ്ട്രുമെൻസും അതുപോലെ എല്ലാ മേളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള അധികം ഉണ്ടാവും. ഒരു ആന പോകുന്നത് ഫുൾ ആനയായിരുന്നു അവിടെ. ഗജവീരന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു പൂരം. കണ്ണിന് അത്രയും ഭഗവതിയുടെ തിടമ്പ് കണ്ട്. എല്ലാ ആനയുടെ മേലെയും ഭഗവതിയുടെ തിടമ്പുണ്ട്. എല്ലാ ആനയും അവിടെ വന്ന എല്ലാ ആനയും ഭഗവതിയുടെ തിടമ്പേറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. ബന്ധുവാണ് കേട്ടോ വിഷ്ണുവൊക്കെ ഭയങ്കര ഗംഭീര ആഘോഷമാണ് കേട്ടോ. എല്ലാ റിലേറ്റീവ്സ് എല്ലാം, മോൻ്റെ അമ്മമ്മ, മേമ്മമാർ, ആൻറ്റിമാർ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണു അടിപൊളിയായിട്ട് എൻ്റെ പുറകിൽ നടക്കണം. ഇങ്ങനെ ഓരോ ഗ്രൂപ്പാണ്, ഓരോരുത്തർ ഓരോന്നായിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് ഒരു ദേശം ഒരു വൈബിൽ പോവുക. അങ്ങനെ കുറേ ദേശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു അതിഗംഭീരമായ പൂരമാണ് കേട്ടോ. കണ്ട ആനകളിങ്ങനെ വരുന്ന ഗജവീരന്മാർ. ആന എന്ന് പറയുന്നേക്കാൾ അവർക്ക് നല്ലൊരു പേര് ഗജവീരന്മാരെന്നാണ്. ഭഗവതിയുടെ തിടമ്പം എടുത്ത ആ ഒരു മന്ദം നടന്നു വരുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് എന്താ പറയുക, കണ്ണിന് ഇത്രയും ആനന്ദം തരുന്നൊരു കാഴ്ചയാണ്. അതുമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം അവർ ഇത്രയും അടുത്ത് നിന്ന്. പൊതുവേ ആനകളെ കണ്ടാൽ നമ്മൾ കുറച്ച് അടുത്തോടെ പോകാൻ ഭയപ്പെടുന്നു. പക്ഷെ ഇത് നമ്മുടെ വളരെ തൊട്ടടുത്തൂടെയാണ് കേട്ടോ അവർ പോകുന്നത്. കണ്ടോ, നമ്മളെ നോക്കുന്നുണ്ട് ഇടയിൽ കൂടെ. ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുകയാണ് ഗജവീരൻ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ.
ഉത്സവം എന്ന് പറയാം. അതിഗംഭീരമായിട്ട് നോക്കണ്ടോ. പഞ്ചാരി മേളമാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചെണ്ടകൊട്ടലും അതിൻ്റെ ശബ്ദവും അതിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന നമ്മുടെ ഗജവീരന്മാരും അവരെ ആനയിച്ച് കൊണ്ടുവരുന്ന വാദ്യഘോഷാദികളും എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഈ പൂരം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ വളരെ ആഘോഷമായിട്ട് ഇത് ചെയ്യാൻ ഇന്നത്തെ ജനറേഷൻ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാനും മാഷിമോളുടെ അമ്മയും ശശേട്ടനും ഏട്ടനൊക്കെ കൂടെ പോവാണ് കേട്ടോ. പൂരപ്പറമ്പിലോട്ട് പോവാണ്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് അവിടേക്ക് പോകുന്ന ദൂരം. അവിടെയാണ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. പോകുന്ന വഴിക്കൊക്കെ ഗജവീരന്മാരും അതുപോലെ ഓരോ ദേശങ്ങളുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ദേശം നടത്തുന്നത്, അവർ കൊണ്ടുവരുന്ന ആനകളുടെ പേര്, അതിൻ്റെ ഓരോന്ന്. ശശിയേട്ടൻ എല്ലാവരെയും പരിചയമുള്ളതുകൊണ്ട് എല്ലാവരുടെയും ആളുകളായിട്ട് നല്ല ബന്ധമാണ്. അപ്പം എല്ലാവരുമായിട്ട് കാണുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗംഭീരമാണ് കേട്ടോ. ഇതാണ് ഭഗവതിയുടെ ക്ഷേത്രം കേട്ടോ. വലിയ ക്ഷേത്രമാണ്, ഗംഭീരമാണ്. അകത്തുനിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലല്ലോ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഭഗവതി മാത്രമല്ല, ഗണപതി ഭഗവാനുണ്ട്, ഒരുപാട് ഉപദേവതകളുണ്ട്, നാഗദേവമുണ്ട്. അപ്പോൾ ആ ഗജവീരന്മാരിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് അവർ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ കാഴ്ച കൂടെ നമുക്ക് കാണാം കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്, അത്ര ഗംഭീരമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഭാഗ്യത്തിന് ഇതിൻ്റെ മുകളിൽ ശശിയേട്ടൻ നല്ലൊരു കാണാനൊരു സൗകര്യം ചെയ്തു തന്നുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് എടുക്കാൻ പറ്റി. ഇടയ്ക്ക് എണ്ണം തെറ്റുന്നുണ്ട്, കാരണം അപ്പുറത്തൂടെയൊക്കെ അവർ പോകുന്നുണ്ട്. എങ്കിലും 33 ആനകൾ നിരന്ന ഒരു ഗംഭീര പൂരം നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഓരോ ഗജവീരന്മാരും വരുന്നത് കണ്ടോ, ദേവിയുടെ തിടമ്പെടുത്തുകൊണ്ട്. ആ കാഴ്ച തന്നെ ഒരു ഗംഭീരമാണ്. മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ നിന്ന് അവർ നമസ്കരിച്ച് എന്നിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ആ നമസ്കാരം ഇതിൻ്റെ ഇടയിൽ എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. ഓരോ ഗജവീരന്മാരും അവിടെ നമസ്കരിച്ച് പുഷ്പാഭിഷേകം ചെയ്ത്, ചിലവർ പുഷ്പാഭിഷേകം, ചിലർ പേപ്പർ കട്ടിങ്ങൊക്കെ കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സൊക്കെ, ഭയങ്കര പുഷ്പാഭിഷേകമാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. വാദ്യഘോഷങ്ങളോടുകൂടി ഗജവീരന്മാർ കുടയും വെഞ്ചാമരവും ഭഗവതിയുടെ തിടമ്പും എല്ലാം എടുത്ത് ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു മോമെൻ്റ് ഉണ്ടല്ലോ, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം, ആ മേളവും ആ കാഴ്ചകളെല്ലാം ശരിക്കും ഭഗവതി അവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന പോലെ തോന്നുന്നൊരു വലിയൊരു അനുഭൂതിയായിരുന്നു കേട്ടോ ആ ദിവസം നമ്മൾക്ക് ഫീൽ ചെയ്തത്. ഓരോ ഗജവീരന്മാരും ഇങ്ങനെ തിടമ്പെടുത്ത് വളരെ എന്താ പറയുക, ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. ഒരു ഗജവീരൻ ഇറങ്ങി കഴിഞ്ഞ് അതിനുശേഷം അടുത്ത ആളവിടെ വരുന്നുള്ളൂ. അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ഇത്രയും ദേശങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ബഹളോ ഒന്നുമില്ല. ഒരാൾ കഴിഞ്ഞ് അടുത്ത ആൾ വളരെ പേഷ്യൻസോടുകൂടി നടത്തിയ ഒരു ഗംഭീര പൂരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും ഗംഭീരമായിട്ടൊരു പൂരം കാണുന്നത് കേട്ടോ. ഗംഭീരമാണ്. ഇതുണ്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. അതിനോടൊപ്പം വിവിധ കലാരൂപങ്ങളും ഉണ്ട് കേട്ടോ. ചെണ്ട, മദ്ദളം എല്ലാം അതിനോടൊപ്പം കലാരൂപങ്ങൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ഭംഗിയായിട്ട് അലങ്കരിച്ച ദൈവവിശ്വാസികൾ അവരുടെ ഭാഗം വളരെ മനോഹരമാക്കാൻ വേണ്ടി അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിരന്നു നിൽക്കുന്ന ഗജവീരന്മാർ. ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് വരുമ്പോൾ എന്തോ ഓർഗനൈസ്ഡ് ആണ്. അവർക്ക് തന്നെ വൃത്തിയായിട്ട് അറിയാം അവരെവിടെ പോയി നിൽക്കണം എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടാണ് കേട്ടോ. തിരക്ക് കണ്ടോ, ആ ഗ്രൗണ്ട് മുഴുവൻ ആളുകൾ. ഇനി ആയിട്ടില്ല കേട്ടോ തിരക്ക്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്ക് വരുന്നത് കണ്ടോ. ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു, ഇങ്ങനെ വന്ന് വലം ചുറ്റി പോയി അപ്പുറത്തെ അവരവരുടെ പൊസിഷനിൽ പോയി കറക്റ്റായിട്ട് നിൽക്കുകയാണ്.
ഇങ്ങനെ 33 ഗജവീരന്മാരുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഓരോ ഗജവീരന്മാരും ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. സാധാരണ ഇവിടെ കാണുന്നത് ഒരു ഗജവീരൻ മാത്രമേ തിടമ്പെടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഈ പൂരത്തിൽ എല്ലാ ഗജവീരന്മാരും തിടമ്പെടുത്തിട്ടുണ്ട്. അതൊരു കണ്ണിന് ഭയങ്കര സൗന്ദര്യമുള്ളൊരു കാര്യമാണ്. ഓരോ ഗജവീരനും ഓരോ ദേശത്തു നിന്ന് വന്നാണ് കേട്ടോ. ഓരോ പേരുകളുണ്ട്, രാമചന്ദ്രൻ, അമ്പാടി, അങ്ങനെ എല്ലാ ഗജവീരന്മാരും. ഇപ്പം ഒരു ആനയെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്ത് സാധനം. കുഞ്ഞു ഗജവീരന്മാരും ഉണ്ട്, നല്ല തലയെടുപ്പുള്ള അതിഗംഭീരമായ ഗജവീരന്മാരുണ്ട്. കണ്ടോ, ഇങ്ങനെ തുമ്പിക്കൈ നീട്ടി ഇങ്ങനെ നമസ്കരിക്കുകയാണ്. നോക്കണ കണ്ടോ, ആ കാഴ്ച തന്നെ എന്തൊരു, നമ്മൾ ആനച്ചന്തം എന്ന് പറയുന്ന പോലെ ഒരു ആനച്ചന്തമാണത്. ഇത്രയും ഗംഭീരമായി ഇത്രയും അടുത്ത് നിന്ന് ഈ തിടമ്പെടുത്ത ഗജവീരന്മാരെ കാണാൻ പറ്റുക പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും അടുത്തു നിന്നാണ് കാണാൻ പറ്റിയത്. 33 ഗജവീരന്മാരും. എന്താ പറയുക, അത്രയും ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. കണ്ണിന് നല്ലൊരു ആനന്ദം തരുന്നൊരു കാഴ്ചയായിരുന്നു. എല്ലാ ഭക്തരും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര ഗംഭീരമായിട്ട് നൃത്തം ചെയ്ത് ആ ആഘോഷം കൂടുതൽ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദേശക്കാരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ഗജവീരന്മാരും തിടമ്പിനോടൊപ്പം കുടകളും വെഞ്ചാമരും കുടകളൊക്കെ നിവർത്തി വിവിധ വർണ്ണങ്ങളിലുള്ള കുടകൾ. ഇത് ഭംഗിയായിരുന്നു കേട്ടോ. കുടമാറ്റമൊന്നുമില്ല, തൃശ്ശൂർ പൂരത്തിനെ പോലെ കുടമാറ്റമില്ല. പക്ഷെ കുടകൾ ഉയർത്തിക്കൊണ്ട് ഓരോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ്, അതും വെഞ്ചാമരും എല്ലാം ഉണ്ടായിരുന്നു. ഇത് തന്നെ ഒരു മനോഹരമായൊരു കാഴ്ചയല്ലേ, ആ കുടകളും തിടമ്പും ഗജവീരന്മാരും. ഒരു ഉത്സവമാക്കി മാറ്റുന്ന ഒരു വലിയ മഹാമേളയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പൂരം. അതുകൂടാതെ വിവിധ കലാരൂപങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീരാമൻ, ശിവൻ, കൃഷ്ണൻ, അങ്ങനെയുള്ളത്. എനിക്ക് ഭയങ്കര ക്രൗഡായതുകൊണ്ട് എനിക്ക് അത്ര അടുത്ത് പോയി നിന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഒരുപാട് കലാരൂപങ്ങളും ഞങ്ങൾക്ക് കുറേ സമയമെടുത്ത് നിന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് കലാരൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറവന്മാർ, അങ്ങനെ എന്തൊക്കെയോ നിറയെ കലാരൂപങ്ങളുണ്ടായിരുന്നു. വളരെ അതിരാവിലെ തുടങ്ങുന്ന പൂരാഘോഷങ്ങളാണ്. ഗണപതി ഹോമവും പറയെടുപ്പും അങ്ങനെ വിവിധ ആഘോഷങ്ങളോടുകൂടിയാണ് ഈ പൂരം ആഘോഷിക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇത് ശശിയുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആഘോഷങ്ങളുടെ ഒരു അനുഭൂതിയാണ്. കണ്ടോ, ഇങ്ങനെ ബലൂണൊക്കെ നിറയെ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഓരോ ദേശം കണ്ട വിവിധ ഡ്രസ്സുകൾ, കോസ്റ്റ്യൂംസൊക്കെ ഓരോ വളരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് കണ്ട. ഒരു വിഭാഗം ഇങ്ങനത്തെ കോസ്റ്റ്യൂം, അവർ ബലൂണും പിടിച്ചിട്ട് അങ്ങനെ ഓരോ വിഭാഗക്കാരായിട്ടാണ് വരുന്നത്. അങ്ങനെ
പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ മഹോത്സവം കാണാൻ ഉള്ള ഭാഗ്യം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായി. അതിഗംഭീരമായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് മടങ്ങി. ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും അടുത്ത് നിന്ന് ഈ പൂരം ആസ്വദിക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു ഇതാണ്. അപ്പം എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ചാനൽ വാച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.